പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ബോഡി ഷേപ്പിങ്ങിനെ പറ്റി പണ്ടാണെങ്കിൽ ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അങ്ങനല്ല ചോദിച്ചേ. അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാക്കുന്നുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ 3 പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു വെച്ചു. ഞാൻ പറഞ്ഞ അതിനിടയ്ക്ക് ശ്രീനിവാസന്റെ ഒരു പടം ഉള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം ഉദിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ലാത്ത. ചോദ്യമായിരുന്നു ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എന്റെ അടുത്തിരുന്നു ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുവന്നിരിക്കുന്നു, നമ്മളെന്തോന്ന് അപ്പോയിന്റ്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവെല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോ അത് എന്റെ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യമാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അതയാൾ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാ പറയുന്നത്? ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ വേറെ മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാളുടെ ഹീറോ അല്ലേ, അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്. അപ്പൊ അത് കുറെ നേരം കണ്ടോണ്ടിരിക്കും, അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കൾ ഇഷ്ടപ്പെടുന്നു. പിന്നെ അതിപ്പോ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരെ കഥകൾ കണ്ട് ചെയ്യുന്നു. പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ അതല്ല ഇപ്പൊ പറഞ്ഞേ. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളോ അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞത്. പടത്തിന്റെ റെസ്പോൺസ് എടുത്ത കൂട്ടത്തില് കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ ആ അവാർഡ് എല്ലാം ഉർവശി ചേച്ചിക്ക് കൊടുക്കണമെന്ന്. അപ്പം ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളിപ്പം അവാർഡ്സിൽ എത്രത്തോളം ചേച്ചി എക്സൈറ്റഡ് ആവാനുണ്ട്? അല്ല, ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തിയാവത്തില്ല. എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എന്റെ ഡയറക്ടറാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. ചിലപ്പോ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാന്റെ അടുത്തോട്ട് പോകും, ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ. അയ്യോ അപ്പൊ ഞാൻ ചെയ്ത് ഓക്കെ ആയില്ലേ, ഈ പയ്യെ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ അടുത്ത് വരുന്നത് ഓക്കെയാണോ ചേച്ചി? ഓക്കെയാണ്. ഞാൻ അതല്ല, ഞാൻ ആ ട്രാക്ക് വന്നതിന്റെ ക്യാമറ എന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞൂടെ. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് അവാർഡ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ്. അതും കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിലും സന്തോഷം. ഈ നോമിനേഷനിലൊക്കെ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചി അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ വരേണ്ടി വന്നിട്ടുമുണ്ട്. 4ാമത്തെ വർഷം തുടർച്ചയായിട്ട് 3 വട്ടം കിട്ടിയിട്ട് 4ാമത്തെ വർഷം ജൂറി പറഞ്ഞു ഉർവശി അഭിനയിക്കുന്ന സമയത്ത് വേറെ ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകുന്നു. പിന്നെ 5ാമത്തെ വർഷം എനിക്ക് തന്നെ. അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല. അപ്പം നാഷണൽ അവാർഡിന് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ 2ാം കിട 3ാം കിട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. മഴവിൽ കാവടി മുതൽ അച്ചുവിന്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ്. അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാണ് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഷോട്ടിന് നിൽക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല. ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ്, അല്ലേ? അപ്പോ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതായി. ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം, കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമമില്ല. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ, എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ്, ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല. അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷം, ഒരു പരാതിയില്ല.